ഒരു പിണക്കം തീർക്കാൻ ഒരാൾ എത്രമാത്രം പരിശ്രമിക്കുന്നുവോ അതാണ് അയാൾക്ക് നിങ്ങളോടുള്ള സ്നേഹം. ഇന്നലത്തെ പോരാട്ടം ഇന്നത്തെ ആശയവിനിമയത്തെ ബാധിക്കാത്തിടത്താണ് മഹത്തായ ബന്ധം നിലനിൽക്കുന്നത്. ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് എങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. തേൻ പോലെ മധുരിക്കണമെങ്കിൽ തേനീച്ചയെപ്പോലെ ഒത്തൊരുമയോടെ ജീവിക്കണം. അത് കുടുംബത്തിലായാലും സൗഹൃദത്തിലായാലും. ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നത് എന്ന് ഓർത്തു വയ്ക്കേണ്ടത് നല്ലതാണ്. പ്ലാസ്റ്റിക് പൂക്കൾ പോലെയാണ് ചില ബന്ധങ്ങൾ. മറ്റുള്ളവരുടെ മുമ്പിൽ മികച്ചത് എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ജീവനോ സുഗന്ധമോ ഉണ്ടാവില്ല. ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എന്താണോ പറ്റുന്നത് അത് ചെയ്തു തുടങ്ങുക. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പഠിക്കുക. അതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ചിരിയുടെ പിന്നിലെ ദുഃഖവും മിഴിയുടെ പിന്നിലെ കണ്ണീരും ദേഷ്യത്തിന് പിന്നിലെ സ്നേഹവും അറിയുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ. കൂടെ ഉള്ളതിൻ്റെ വില അറിയണമെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അതൊന്ന് നഷ്ടപ്പെടണം. നിങ്ങൾ വിശ്വസിക്കുന്നവരെ സൂക്ഷിക്കുക. ഉപ്പും പഞ്ചസാരയും നിറത്തിൽ ഒരുപോലെയാണ്, എന്നാൽ ഗുണമോ തീർത്തും വിപരീതവും. ഇതുപോലെയാണ് മനുഷ്യരും. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവവും. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം അസാധ്യമാണ്. ജീവിതത്തിൽ തുടർച്ചയായി ആരോപണങ്ങൾ നേരിടുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ്. തെറ്റ് ജീവിതത്തിൻ്റെ ഒരു പേജാണ്, എന്നാൽ ബന്ധം ഒരു സമ്പൂർണ്ണ പുസ്തകമാണ്. അതുകൊണ്ട് ഒരു പേജിനു വേണ്ടി മുഴുവൻ പുസ്തകവും നഷ്ടപ്പെടുത്തരുത്. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയല്ല, എന്നാൽ നമുക്കെല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അതുതന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായിക്കൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ടു കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. രണ്ട്, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ച് മാത്രം ഇരിക്കുന്നു. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണ് എന്ന് പറയരുത്. നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്ന ഒരാളെ ഒരിക്കലും വഞ്ചിക്കരുത്. നിങ്ങളെ എപ്പോഴും ഓർക്കുന്ന ഒരാളെ ഒരിക്കലും മറക്കരുത്. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക, അല്ലാതെ അവരെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളല്ല. ചിലർ അങ്ങനെയാണ്. അവർക്ക് എപ്പോഴാണോ നമ്മളെ ആവശ്യം അപ്പോൾ മാത്രം നമ്മളെ തിരക്കി വരും. അല്ലെങ്കിൽ അവരെ മാത്രം കാത്തിരിക്കുന്ന വിഡ്ഢികളാണ് നമ്മൾ. ചിലരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമാണ് ഉള്ളതെന്ന് അവർ പറയുമെങ്കിലും അങ്ങനെ ഒന്നുമല്ലെന്ന് അവരുടെ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് തിരിച്ചറിയാനാകും. നമ്മൾ എത്രമാത്രം സ്വന്തമെന്ന് കരുതി സ്നേഹിച്ചാലും ആത്മാർത്ഥത കാണിച്ചാലും നമ്മളെ എപ്പോഴും അന്യനായി മാത്രം കാണുന്ന ചിലർ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾ ആർക്കെങ്കിലും അവർ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കരുതലും സ്നേഹവും കൊടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടികകൾ എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല വാഗ്ദാനം നിങ്ങളുടെ സാന്നിധ്യമാണ്. നിങ്ങൾക്ക് ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോട് പ്രതികാരവും അരുത്.
ഒന്ന് മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക: ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും.